നമ്മൾ ശിവൻ ഭൂമിയാണ്, ഈ മഹാദേവൻ ഈ ദേശമാണ്. ഓരോ ശിവക്ഷേത്രങ്ങളും ഓരോ പഞ്ചഭൂതങ്ങളുടെ മുഖങ്ങളാണ്, പഞ്ചമുഖമാണ് ശിവദേഹങ്ങൾ, ശിവക്ഷേത്രങ്ങൾ. അത് ശരീരത്തെ, ശിവത്വത്തെ ജനിപ്പിക്കുന്ന ആലയങ്ങളാണ്, നിലയങ്ങളാണ്, ശാസ്ത്ര നിലയങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു. ശിവനെ ഭൂമിയായിട്ട് ഒതുക്കി സംസാരിച്ചത് ശരിയായില്ല, അത്രയും ചെറുതായിട്ട് സങ്കുചിതമായിട്ട് ചിന്തിച്ചത് ശരിയായില്ലായിരുന്നു. അപ്പോൾ ഭൂമി ശിവനാണെന്ന് പറഞ്ഞപ്പോൾ അത് വളരെ സങ്കുചിതമായിപ്പോയി, വളരെ ചെറുതായിപ്പോയി എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ആ ശിവനെ വിട്ടിട്ട് നമുക്ക്, ഈ ഭൂമിയെ വിട്ടിട്ട് നമുക്ക് നിൽക്കാനോ നമുക്ക് ജീവിക്കാനോ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ ചിന്തിക്കണം. ഈ ഭൂമിയല്ലാതെ നമ്മളെങ്ങനെയാണ്, ഈ ഭൂദേശനില്ലാതെ, ഈ പഞ്ചമുഖനില്ലാതെ, ഈ പഞ്ചബന്ധു ഇല്ലാതെ, മണ്ണ് ജലം വായു അഗ്നി ആകാശം എന്ന് പറയുന്ന ഈ പഞ്ചബന്ധു ഇല്ലാതെ, ഈ ദിഗംബരനില്ലാതെ, ഇല്ലാതെ, ഈ ജീവധരനില്ലാതെ, ഈ നാഗത്തെ അണിഞ്ഞിരിക്കുന്ന നാഗഭൂഷണനില്ലാതെ നമുക്ക് എങ്ങനെയാണ് നിലനിൽക്കാൻ പറ്റുന്നത്? ഈ ഭൂമി 7 കടലും 7 കരയും ചേർന്ന ഈ അർദ്ധനാരീശ്വരനല്ലാതെ നമ്മൾ ഏത് ശിവനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഈ ചന്ദ്രനാഥനെ അല്ലാതെ ഏത് ശിവനെയാണ് നമുക്കറിയാൻ കഴിയുന്നത്? ഈ ശവദേഹത്ത് നിൽക്കുന്ന, ശ്മശാനവാസിയായിരിക്കുന്ന ഈ ഭൂമിയല്ലാതെ, കപാലങ്ങൾ വീണ് കിടക്കുന്ന ഈ ഭൂമിയല്ലാതെ വേറെ ഏത് ശിവനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ഏതാണ് ആ ശിവത്വം? മാധവനില്ലാത്ത ഏത് ശിവനാണുള്ളത്? ഇതിലും വലിയ ശിവനേതാവുള്ളേ. ഇനി ശിവനെ വലുപ്പത്തിൽ കാണണമെങ്കിൽ വേറെ എവിടെയും കാണാം. നമ്മുടെ പ്രോട്ടോൺ എന്ന് പറയുന്ന ഏറ്റവും വലിയ പരമാണുവിൻ്റെ അവസ്ഥയായിരിക്കുന്ന ഈ ഭീമനായിരിക്കുന്ന ഈ ശിവനല്ലാതെ വേറെ ഏത് അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്? ഏത് വ്യവസ്ഥയിലേക്കാണ് നമ്മൾ, ഏത് വലുപ്പത്തിലാണ് ഇത് കാണേണ്ടത്? അതെ, ഈ വ്യോമകേശൻ എന്ന് പറയുന്ന ഇത് സൗരസഖ്യത്താൽ നീലഗോളമായിരിക്കുന്ന ബലിഷ്ഠമായിട്ടുള്ള ഭൂതമായിരിക്കുന്ന ഈ ഭൂമിയിൽ അർദ്ധനാരീശ്വരനായ 7 കടലും 7 കരയും ചേർന്ന് ഈ സദാ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആനന്ദ നടനമാടുന്ന പരബ്രഹ്മത്തിന് ചുറ്റും സദാ നടനമാടുന്ന നടരാജനായിരിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ചല്ലാതെ പിന്നെ ഏത് ശിവനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഇതിലും വലിയൊരു ശിവൻ വേറെ ഉണ്ടോ? ഈ ജീവധരനല്ലാതെ വേറെ ഏത് ഭൂമിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഋഷഭവാഹനല്ലാത്ത ഏത് ശിവനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്? ഈ വിഷ്ണുവിൻ്റെ, ഈ ഹരിതലോകത്തിൻ്റെ നാഭിയിൽ നിന്നും വിരിയുന്ന പൊക്കിളിൽ ബ്രഹ്മശക്തിയെ ജനിപ്പിക്കുവാൻ ശേഷിയുള്ള ഏത് ശിവനാണ് വേറെയുള്ളത്? ഈ പാർവതിയുടെയും ഗണേശന്റെയും സുബ്രഹ്മണ്യന്റെ ഒക്കെ സാന്നിധ്യമുള്ള വേറെ എവിടെയുള്ള? ഈ ഹിമാലയമല്ലാതെ ശിവന്റെ ആലയം വേറെ എവിടെയാണ് ഏറ്റവും ഉയരത്തിലുള്ളത്? ഇവരെന്താണ് ഈ തലമുറയെ പറഞ്ഞ് തെറ്റിക്കാനും ധരിപ്പിക്കാനും നടക്കുന്നത്? പൂജ എന്ന് പറഞ്ഞാൽ ഭൂമി പൂജ തന്നെയാണ് അർത്ഥം. അതെ, ചന്ദ്രകലാധരനായിരിക്കുന്ന ഈ ശിവനെയല്ലാതെ, ഈ ഭൂമിയല്ലാതെ മറ്റേത് അവസ്ഥയിലാണ് ശിവനെ നമ്മൾ ദർശിക്കേണ്ടത്? നദീധരൻ എന്നർത്ഥമുണ്ട്, നാഗഭൂഷണൻ, സർവജീവനെയും ധരിച്ചിരിക്കുന്നത് ശിവനാണ്, മഹാലിംഗനാണ്. ലൈംഗികതയ്ക്ക് കാരണമായിരിക്കുന്ന പ്രോട്ടോൺ എന്ന് പറയുന്ന കണമാണ്, മണ്ണും ജലവും ചേർന്നത്. കാലനുമാണ്. അതെ, കാലത്തിന് കാരണമായിരിക്കുന്ന വൈഭവമാണ്. ജീവനായിരിക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് കാലമുള്ളത്. ആ കാലത്തിന് കാരണമായിരിക്കുന്ന, കാലൻ്റെയും കാലനായിരിക്കുന്ന, കാലാനുവർത്തിയായിട്ട് ചരിക്കുന്ന, ആനന്ദ നടനമാടിക്കുന്ന, ത്രികണ വൈഭവത്താൽ തൃശൂലധാരിയായിരിക്കുന്ന, ത്രിനേത്രത്താൽ ഇരുളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മൂന്നാമത്തെ കണ്ണിൽ അഗ്നിയാണ്. രാത്രിയിൽ സഞ്ചരിക്കുന്ന ജീവജാലങ്ങളെ നമുക്ക് നോക്കിയാൽ അറിയാം, അവരുടെ കണ്ണിൽ അഗ്നിയാണ്. അങ്ങനെ ഡാർക്ക് എനർജി ആയിരിക്കുന്ന ഈ ആകാശത്തിലൂടെ, രാക്ഷസീഭവമായിരിക്കുന്ന ഈ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന, ആനന്ദ നടനമാടുന്ന, സർവ്വതിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, സർവ്വജീവലോകത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആനന്ദ നടനമാടുന്ന, അണ്ടത്തെയും ബീജത്തെയും ധരിക്കുന്ന ഈ ശിവനെ, ഈ ഭൂമിയെ അല്ലാതെ ഏത് അർത്ഥത്തിലാണ് നമ്മൾ ഈ ശിവത്വത്തെ, ഈ ത്രിമൂർത്തി സങ്കല്പത്തെ വെക്കുക? ആദിപരാശക്തിയായിരിക്കുന്ന ആകാശത്തിലൂടെ ആനന്ദ നടനമാടുന്ന ഈ ശിവനെ
ഏത് രീതിയിലാണ് ഇനി വൈകല്യപ്പെടുത്താനുള്ളത് ഇവിടുത്തെ ആചാര്യന്മാർക്ക്? ദിഗംബരന്മാരായിട്ട് നടന്നോ? പഞ്ചഭൂതങ്ങളെയും ചേർത്ത് പിടിച്ചിരിക്കുക. അതെ, പഞ്ചഭൂതങ്ങളാൽ പഞ്ചബന്ധുവാണ്, പഞ്ചഭൂതങ്ങളാൽ പഞ്ചബാഹുവാണ്, പഞ്ചഭൂതങ്ങളാൽ പഞ്ചമുഖനാണ്, ഒപ്പം പഞ്ചേന്ദ്രിയങ്ങളെയും ചേർത്ത് പിടിക്കുക. അതെ. ഒരു ചെറിയൊരു കല്ലിന് ആകാശം സമ്മാനിച്ച ആകാരം എന്ന് പറയുന്ന ഗുണമുണ്ട്, വായു സമ്മാനിച്ച സ്പർശം എന്ന് പറയുന്ന ഗുണമുണ്ട്, അഗ്നി സമ്മാനിച്ച ദൃശ്യം എന്ന് പറയുന്ന ഗുണമുണ്ട്, ജലം സമ്മാനിച്ച രസം എന്ന് പറയുന്ന ഗുണമുണ്ട്, അത് സ്വയം ഈ 4 ഭൂതങ്ങളിൽ നിന്നും ആർജിച്ചെടുത്ത ഗന്ധം എന്ന് പറയുന്ന ഗുണമുണ്ട്. ആ ഗന്ധ ലോകമാണ് ഈ ഭൂമി. ആ ശിവനെയാണ്, ആ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ അനുഭവിക്കുന്ന ആ 5 വിശേഷങ്ങളും ധരിച്ചിരിക്കുന്നത് ഈ മണ്ണാണ്, ഈ ശിവനാണ്, ഈ ശിലയാണ്. ആ ശിലയല്ലാതെ പിന്നെ എന്തിനാണ് നമ്മൾ ആരാധിക്കേണ്ടത്? ഈ ഭൂമിയെ അല്ലാതെ നമ്മൾ എന്തിനെയാണ് ശിവനെന്നും പറഞ്ഞ് ആരാധിക്കേണ്ടത്? നമ്മൾ ചവിട്ടി നിൽക്കുന്നത് എവിടെയാണ്? ശിവദേഹമാണ് നമ്മളുടെ ദേഹങ്ങൾക്ക് കാരണം. നമ്മളുടെ ഇടനെഞ്ചിൽ കൂടുകൂട്ടിയിരിക്കുന്ന ആ ഹൃദയം എന്ന് പറയുന്നത് ശിവനാലാണ്, ശിവത്വമുള്ള ഹൃദയമാണ്. അതിനകത്ത് കൂടുകൂട്ടിയിരിക്കുന്നത് രുദ്രനാൽ രുദ്രവർണ്ണമുള്ള ജലമാണ്. ആ ജലത്തിൻ്റെ മായ മാത്രമാണ് നമ്മൾ, ആ പാർവതിയുടെ മായ മാത്രമാണ് നമ്മൾ. ആ ജീവനെ പർവ്വതീകരിക്കുന്ന ആ പാർവതിയുടെ ഭർത്താവായിരിക്കുന്ന ചന്ദ്രനാഥനായിരിക്കുന്ന ഈ ശിവനെ അല്ലാതെ നമ്മൾ എന്തിനെയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ ആരാധിക്കേണ്ടത്? എന്താണ് നമ്മുടെ ഇവിടുത്തെ ആചാര്യന്മാരെ ഇങ്ങനെ നമ്മളെ വഴിതെറ്റിക്കുന്നത്? എത്രയും ചെറുതായിട്ട് കാണാം, എത്രയും വലുതായിട്ട് കാണാം. അതെ. അപ്പോൾ കാണേണ്ടവർക്ക് എങ്ങനെയും കാണാം. ഏറ്റവും ചെറുതായിട്ട് മണ്ണിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലും ശിവനെ കാണാം. ഈ പ്രകൃതിയെ മൊത്തം ശിവനായിട്ട് കാണേണ്ടവർക്കും കാണാം. അതെ. അപ്പോൾ ശിവൻ്റെ ഏറ്റവും ചെറിയ അവസ്ഥയാണ് പരമാണു, 5 ഭൂതങ്ങളുടെ ഏറ്റവും ചെറിയ അവസ്ഥ. അപ്പോൾ ആ പരമാണുവിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് പരമശിവമായിരിക്കുന്ന ഭൂമി. ആ പരമശിവൻ സദാനന്ദനാണ്, ബീജധരനാണ്, അണ്ഡധരനാണ്, ജീവൻ്റെ രാജധാനിയാണിത്, ജീവൻ്റെ രഥമാണിത്. ശിവവിശ്വാസികൾ ശിവനെ ഭക്തിയോടെ സ്മരിക്കുകയും ഈ പഞ്ചാക്ഷരി പഞ്ചഭൂതങ്ങളുടെ നാമമായിരിക്കുന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ശിവഭക്തര് ഈ ശിവരാത്രി നാളിലെങ്കിലും ശിവനാരാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധം നമ്മളുടെ ഈ പ്രണവവേദയിലൂടെ ഉണ്ടാവണം. ഇത് പ്രണവവേദം എന്ന് പറയുന്ന ത്രേത സിദ്ധാന്തമാണ്. ശ്രീരാമൻ മിഥിലയിൽ അവതരിപ്പിച്ച ദൈവ ജൈവ ശൈവവേദ സിദ്ധാന്തമാണ് പ്രണവവേദം. ആ പ്രണവവേദത്തിലൂടെ ശിവവൈഷ്ണവ യുദ്ധവെറിയെ എങ്ങനെ ഇല്ലായ്മ ചെയ്തോ അതുപോലെ ശിവനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും സർവ്വദേവസങ്കല്പങ്ങളെയും ബഹുദൈവങ്ങളെയും ഏകദൈവങ്ങളെയും സർവ്വ പ്രപഞ്ചശക്തികളെയും തിരിച്ചറിയുവാനുള്ള ശേഷി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ഇത് എല്ലാവരിലേക്കും ഈ ശിവരാത്രി നാളിൽ നിങ്ങളുടെ ഒരു ഗിഫ്റ്റ് പോലെ അയച്ചു കൊടുക്കണം. കാരണം ഇത് എൻ്റേതല്ല, ഇത് ഭാരതത്തിൻ്റെ അഭിമാനം ജനിപ്പിക്കുന്ന വേദശാസ്ത്രമാണ്. നമുക്ക് കൈമോശം വന്നുപോയ ആരോ മനഃപൂർവ്വം മൂടി വെച്ചതോ അല്ലെങ്കിൽ കാലത്തിൻ്റെ പ്രവാഹത്തിൽ മറഞ്ഞു പോയതോ ആയിട്ടുള്ള വേദമാണ്. അപ്പോൾ ആ ശിവൻ്റെ ആ ചരിത്രത്തിലേക്കും ആ ശിവ പുരാണങ്ങളിലേക്കും എല്ലാം ഈ അർത്ഥത്തോടു കൂടി നമ്മളൊന്ന് വായന തുടങ്ങി നോക്കൂ. എത്ര മനോഹരമായിട്ടാണ്, എത്ര ശാസ്ത്രചിന്തയോട് കൂടിയിട്ടാണ്, എത്ര അഭിമാനം ജനിപ്പിക്കുന്ന മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മളുടെ പൂർവികർ സഞ്ചരിച്ചു പോയത്, മൺമറഞ്ഞു പോയത്. ആ പിതൃക്കളുടെ ശരീരാംശത്തെ പേറി നിൽക്കുന്ന ഈ മഹാവൃക്ഷ പ്രകൃതിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പിതൃബലികളെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ശിവരാത്രി ശാസ്ത്രത്തിൻ്റെ വിജയത്തിൻ്റെ ഉത്സവമാക്കി ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് ഉറക്കം നിൽക്കുന്നവരുടെ ഒരു ലോകക്രമത്തിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു തലമുറകളെ സുരക്ഷിതമായി വളർത്തുന്നതിന് വേണ്ടിയിട്ട് ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ചിന്തകൾക്ക് അതീതമായിട്ട് സപ്തഭൂഖണ്ഡങ്ങളെയും സ്നേഹിക്കുന്നവരായിട്ട് ഈ ജലസമൃദ്ധിയാൽ സർവ്വവിഭവങ്ങളും വിളയുന്ന ഒരു ലോകക്രമം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നായി ചേരുന്ന ഒരു മുഹൂർത്തത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിർത്താം. ജയ് ഹിന്ദ്, ജയ് ഭാരതം, ജയ് ശ്രീരാം.